ഹലോ ഗായ്സ്, കേരള സിലബസ് 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ഒന്നാമത്തെ പാഠമായിട്ടുള്ള ആംഗിൾസ് അല്ലെങ്കിൽ കോണുകൾ എന്ന പാഠഭാഗത്തിൻ്റെ ഒരു വൺ ഷോട്ട് ക്ലാസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ പാഠത്തിൻ്റെ എല്ലാ കൺസെപ്റ്റ്സും പഠിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം ആവശ്യമുള്ള സാധനമാണ് പ്രൊട്രാക്ടർ. അതൊക്കെ എടുത്തിട്ട് എല്ലാവരും റെഡിയായി ഇരുന്നോളൂ. നമ്മുടെ പാഠത്തിൻ്റെ പേര് പോലെ ആംഗിൾസ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വേറൊരു ലൈനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു മെഷർമെൻ്റ് ഇല്ലേ, ആ ഒരു അളവാണ് ആംഗിൾ അല്ലാന്നാണെങ്കിൽ കോണ് എന്ന് പറയുന്നുള്ളത് കേട്ടോ. അപ്പോൾ ആംഗിൾ അല്ലെങ്കിൽ കോൺ എന്താണെന്നുള്ളത് പഠിച്ചില്ലേ, അത് മൈൻഡിൽ തന്നെ വെച്ചോളൂ. കാരണം ഈ ഒരു പാഠം മുന്നോട്ട് പോകുന്നതേ ഇതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ മെഷർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെ സ്കെയിലൊക്കെ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലേ. പിന്നെ ഇതെങ്ങനെ മെഷർ ചെയ്യുക, അതാണ് ഞാൻ ആദ്യം തന്നെ നമ്മളോട് എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞൊരൈറ്റില്ലേ പ്രൊട്രാക്ടർ, അതങ്ങ് എടുത്തിട്ട് വരിക. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ സെൻട്രലിൽ ഒരു പോയിൻ്റ് കാണും. ആ ഒരു പോയിൻറ്റും നമ്മുടെ കോണിൻ്റെ എൻഡിൽ വരുന്ന ഈ ഒരു പോയിൻറ്റും തമ്മിലാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ചാവുന്ന രീതിക്ക് നമ്മുടെ പ്രൊട്രാക്ടർ എന്ത് ചെയ്യുക, ആംഗിൾ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമുക്കിതെങ്ങനെ മെഷർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഭാഗത്ത് 180 തുടങ്ങുന്നതും കാണാൻ വേണ്ടി പറ്റും. 180 ഇങ്ങനെ 180 170 എന്ന് പറയുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെ 0 10 20 എന്ന് പറഞ്ഞ് പോകുന്ന ലൈനും കാണാൻ പറ്റും. ഓർക്കുക, നമ്മൾ 0 10 20 അതല്ലേ ഓർഡർ, ആ ഒരു രീതിക്കാണ് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും മെഷർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 0യിൽ നിന്നുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മെഷർ ചെയ്യാം 0 10 20 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ലൈൻ ജോയിൻ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നുള്ളത് 40 അല്ലേ. അപ്പോൾ ഈ ഒരു 40 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ആദ്യം തന്നെ പ്രൊട്രാക്ടറൊക്കെ മാറ്റാം. ഇനി നമുക്ക് അവിടെ പോയി എഴുതാം. ഒരു കോണ് പോലെ ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യാം, വരച്ചിട്ടാണ് നമ്മൾ എഴുതുന്നുണ്ടാവുക. ഈ ഒരു നമ്പർ എഴുതിയ ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു ഡോട്ടും കൂടി ഇട്ട് കൊടുക്കും. ഈ ആംഗിൾ നമ്മളെങ്ങനെയാണ് വായിക്കുക വെച്ചെങ്കിൽ 40 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി ആ ഒരു രീതിക്കാണ് നമ്മൾ ആംഗിൾ വായിക്കേണ്ടത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി വലിയൊരു ആംഗിൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പോയിൻ്റൊക്കെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ കൊണ്ടുപോയിട്ട് ആംഗിളിൽ പ്ലേസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 0 എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതൊക്കെ ഓർത്ത് വയ്ക്കാം. എന്നിട്ട് 0 എന്ന് മെഷർ ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ലൈൻ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കാം. എവിടെയാണ് ഈ ലൈൻ മീറ്റ് ചെയ്യുന്നുള്ളത്? 130യിലാണ് അല്ലേ. അപ്പോൾ ഒന്നും നോക്കാനില്ല. ഇപ്പോൾ ആംഗിൾ നമുക്ക് കിട്ടി. എത്രയാണ്? 130 ഡിഗ്രി അല്ലാന്നാണെങ്കിൽ 130 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നുള്ളത്. അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ആംഗിൾ തന്നിട്ട് മെഷർ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, മെഷർമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി മെഷർമെൻറ്റ് തന്നിട്ട് നമുക്ക് ആംഗിൾ വരയ്ക്കാൻ വേണ്ടി നോക്കാം. ഇത് ഇപ്പോൾ 50 ഡിഗ്രിയാണെന്ന് ഓർക്കുക നമുക്ക് വരയ്ക്കേണ്ടത്. ഒരു സ്ട്രെയിറ്റായ ലൈൻ വരച്ച് നമ്മൾ പറഞ്ഞ പോലെ പ്രൊട്രാക്ടറൊക്കെ നല്ല കറക്റ്റായിട്ട് ഈ ഒരു ലൈനിൻ്റെ എൻഡിൽ അതിൻ്റെ സെൻറ്റർ വരുന്ന പോലെ വരച്ച് 50 ഡിഗ്രി വരുന്നിടത്ത് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു ലൈനിൻ്റെ എൻഡും പോയിൻറ്റും തമ്മിലൊന്ന് നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ലൈൻ കിട്ടും. ഇപ്പം കണ്ടില്ലേ, ഒന്നുമില്ല, ദിസ് ഈസ് ദ ആംഗിൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ആംഗിൾ വരയ്ക്കാനും കൂടി പഠിച്ചു. അപ്പോൾ കുറച്ചധികം നമ്പേഴ്സ് വെച്ച് ഇതുപോലെ ട്രൈ ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായി വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഇതുപോലത്തെ 2 ഐറ്റം കൂടെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് സെറ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ മട്ട ത്രികോണങ്ങൾ. അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു മട്ട ത്രികോണം എടുത്തിട്ട് വന്നു. നമുക്കിനി നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു സ്കെയില് പോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്കെയില് പോലുള്ളതിൻ്റെ ഈ ഒരു 2 എൻഡില്ലേ, മെഷർമെൻറ്റ് എഴുതി കാണിച്ചിട്ടുള്ള 2 എൻഡ് ഇതുപോലെ നമുക്കൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം അത് മാറ്റുകയാണെങ്കിൽ ഒരു ആംഗിൾ കിട്ടും അല്ലേ. ആ ഒരു ആംഗിൾ നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കിയേ, ഞാൻ നേരത്തെ പഠിപ്പിച്ച പോലെ. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി അല്ലേ കിട്ടുന്നുണ്ടാവുക. അതാണ് 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് എന്തായാലും സെറ്റ് സ്ക്വയറിൻ്റെ മെഷർമെൻറ്റ് എഴുതിയ എൻഡുകൾ ജോയിൻ ചെയ്താൽ കിട്ടുക. ഇനി 90 ഡിഗ്രിക്ക് ഭയങ്കര പ്രത്യേകതയാണ്. അത് ഇതുപോലൊന്നും സാധാരണ ഇങ്ങനെ കോണിട്ടൊന്നും എഴുതാൻ പറ്റൂല. അതെങ്ങനെ എഴുതേണ്ടത് വെച്ചെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ,
ആ ഒരു രീതിക്ക് ഇതിപ്പോൾ ഒരു സ്ക്വയർ വരച്ച പോലെ ആയില്ലേ താഴെ, ആ ഒരു രീതിക്ക് മാത്രമാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക, 90 ഡിഗ്രി എഴുതാൻ വേണ്ടി പറ്റുക കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഓർത്ത് വെക്കുക, ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് 90 ഡിഗ്രി. വേണമെങ്കിൽ 90 ഡിഗ്രിക്ക് 2 കൊമ്പുണ്ട് എന്നൊക്കെ ആലോചിച്ച് വെച്ചോളൂ. ഓക്കെ, ഇനിയെന്ന് പറയുന്നുള്ളത് ഇതിന് വേറെ തന്നെ പേരെല്ലുണ്ട്. ഇനി നമ്മൾ റൈറ്റ് ആംഗിൾ എന്നാണ് പറയുക. വെറും ആംഗിളോ എന്നല്ല, എന്ത് ആംഗിളാണ്? റൈറ്റ് ആംഗിൾ. എന്താണ്? മട്ടക്കോൺ എന്നാണ് ഇതിനെ പറയുന്നുണ്ടാവുക കേട്ടോ. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ ഈ 90 ഡിഗ്രി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ആ 2 ലൈൻസ് ഉണ്ടല്ലോ, ആ 2 ലൈൻസിനും ഉണ്ട് പേര്. എന്താ പേര് എന്നറിയോ? ഈ 2 ലൈൻസിനെ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ലൈൻസ്, അല്ലാന്നാണെങ്കിൽ ലംബങ്ങൾ. എന്താണ്? പെർപെൻഡിക്കുലർ ലൈൻസ് അഥവാ ലംബങ്ങൾ എന്നാണ് ഇതിനെ പറയുന്നുണ്ടാവുക. അതൊക്കെ ഓർത്ത് വയ്ക്കുക. അങ്ങനെ ഇത്രയും ആയപ്പോഴേക്ക് തന്നെ നമ്മൾ ഈ ഒരു പാഠത്തിൻ്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി സർക്കിളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സർക്കിൾ ഡിവിഷൻ എന്ന ഒരു പുതിയ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന് നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടറിനെ കളഞ്ഞ് എന്തെങ്കിലും കളി ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഈ ഒരു പ്രൊട്രാക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് 180 ഡിഗ്രി അല്ലേ? അതിലൊരു ഡൗട്ടും ഇല്ലല്ലോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അപ്പോൾ അതുപോലത്തെ ഒരു പ്രൊട്രാക്ടറും കൂടി എടുക്കുക. നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഒരെണ്ണമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 എണ്ണം ജസ്റ്റ് വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ തല തിരിച്ചിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. ഇനിയും നിങ്ങൾക്കൊരു ഡൗട്ടും ഇല്ലല്ലോ, ഇതും 180 തന്നെയല്ലേ? ഇപ്പോൾ ഒന്ന് നോക്കി, ഇതിനെന്തോ ഒരു മുഖച്ഛായ അല്ലേ? ഒരു സർക്കിൾ പോലെ തോന്നുന്നില്ലേ? ഒരു വട്ടം വരച്ച് വെച്ച പോലെ അല്ല, ഇതൊരു വൃത്തമാണ്. അങ്ങനെയാണെങ്കിൽ 180 180 ഒന്ന് കൂട്ടി നോക്കാം നമുക്ക്. ഓക്കെ, 180 180 കൂട്ടി എത്രയാണ്? 360, 360 ഡിഗ്രി അല്ലേ? അപ്പോൾ ഒന്നും നോക്കാനില്ല, ഒരു വട്ടം അല്ലെങ്കിൽ ഒരു വൃത്തം, ഒരു സർക്കിളിൻ്റെ ചുറ്റുമുള്ള അളവ് 360 ഡിഗ്രിയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ജസ്റ്റ് ചെയ്തത് കേട്ടോ. ഇനി സർക്കിള് എനി റേഡിയസ് നിങ്ങൾ വരയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു 10 ഡിഗ്രി 10 ഡിഗ്രിയുള്ള ആംഗിൾ ഒന്ന് വരച്ച് നോക്കുക. അങ്ങനെ എത്ര 10 ഡിഗ്രിയുള്ള ആംഗിൾ നിങ്ങൾക്ക് ഒരു സർക്കിളിൽ വരയ്ക്കാൻ പറ്റും? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ടോട്ടൽ 360 ഡിഗ്രിയാണ്, നമുക്ക് 10 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യുക? തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് ആൻസർ എഴുതുന്നത്. ടോട്ടൽ എത്ര നമുക്കിപ്പോൾ കിട്ടി? 36. ഒന്നും നോക്കാനില്ല, നമുക്ക് എന്താണ് 36 പാർട്ട് നമുക്ക് കിട്ടും. 36 ഭാഗങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക കേട്ടോ. ഇനി 10 ഡിഗ്രി മാറ്റിയിട്ട് നമുക്ക് 60 ഡിഗ്രി ആണെങ്കിലോ? ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 360/60, 360 ഹരിക്കണം 60, 360 ഡിവൈഡഡ് ബൈ 60 ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് എത്ര വരും? 6 പാർട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? നമ്മളിപ്പോൾ ചെയ്തത് ആംഗിൾ തന്നാൽ എത്ര പാർട്ട് കിട്ടുമെന്നാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്ര പാർട്ടാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ആംഗിൾ മെഷർ ചെയ്യണം. ഈക്വലി ഇത്ര പാർട്ടാക്കി. ഓക്കെ, ഈക്വലി ഒരു സർക്കിളിനെ 5 പാർട്ടാക്കാണ്ടെങ്കിലോ ഒരു പാർട്ട് എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. ടോട്ടൽ എത്രയാ? 360 ഡിഗ്രി. നമ്മൾ 5 പാർട്ടാണ് ആക്കിയത്. അപ്പോൾ ഇത് തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്രയാണ്? 72, 72 ഡിഗ്രി അല്ലേ വരുന്നുള്ളത്? ദാറ്റ്സ് ഓൾ. അപ്പോൾ ഒരു ആംഗിൾ 72 ഡിഗ്രി ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ശരിക്കും ഒരു ഫ്രാക്ഷൻ പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സർക്കിൾ എടുക്കാം. ഇതിനെ ഇതുപോലെ നമുക്ക് ഭാഗമാക്കിയിട്ട് ആ ഒരു ഡാർക്ക് ബ്ലൂ കളർ ഉള്ളത് നമുക്ക് 60 ഡിഗ്രി ആണെന്ന് കൂട്ടാം. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ കാൽക്കുലേറ്റ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ആർ ദ ഡാർക്ക് ബ്ലൂ ആൻഡ് ദ ലൈറ്റ് ബ്ലൂ പാർട്സ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ചുവടെയുള്ള ചിത്രങ്ങളിൽ ഇളം നീലയുള്ള ഭാഗവും കട്ടി നീലയുള്ള ഭാഗവും മുഴുവൻ
മുഴുവൻ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടെത്താൻ. ഓക്കെ, നിങ്ങൾ നോക്കിയല്ലോ, ഇപ്പോൾ കട്ടിനീളയുള്ള ഭാഗം എന്താ 60 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ 360 ഡിഗ്രി നമുക്ക് ആദ്യം എഴുതാം. ഇനി 60 ഡിഗ്രി എത്രയാണെന്നല്ലേ അറിയണ്ടേ, അതുകൊണ്ട് 60 ഡിഗ്രി മുകളിൽ എഴുതാം. ഓക്കെ, ചെറിയ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രാക്ഷൻ ആക്കുമ്പോൾ മുകളിൽ എഴുതുക. ഇനി ഇതിനെ മാക്സിമം ചെറുതാക്കിക്കൊള്ളുക. അപ്പോൾ അതിനെ 0 വെച്ച് കട്ട് ചെയ്തു. അങ്ങനെ 6/36. ഇനി രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ 6 അല്ലേ, അത് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 6നെ 6 കൊണ്ട് ഡിവൈഡ് ആക്കിയാൽ 1, 36നെ 6 കൊണ്ട് ഡിവൈഡ് ആക്കിയാൽ എത്രയാ, 6. അപ്പോൾ 1/6, 1/6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ലൈറ്റ് ബ്ലൂ സൈഡും കൂടി നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, ടോട്ടൽ സർക്കിൾ 360 ഡിഗ്രി, അതിനകത്ത് 60 ഡിഗ്രി കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്രയാ, 300 ഡിഗ്രി, 300 ഡിഗ്രി ആയിരിക്കും ലൈറ്റ് ബ്ലൂ സൈഡ്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 300/360 എന്ന് എഴുതി കൊടുക്കാം. നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വരുന്നതാണ് 30/36 ആണ്, 30/36 ആണ് അല്ലേ. ഇതിനെ രണ്ടിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ 6 തന്നെയാണ്. നേരത്തെയും 6 ആയിരുന്നു, ഇപ്പോഴും നമുക്ക് 6 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് ഓക്കെ. നമുക്കതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 30നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണെങ്കിൽ 5ഉം, 36നെ ഡിവൈഡ് ചെയ്യാന്നാണെങ്കിൽ 6ഉം ആണ് വരിക അല്ലേ. 5/6 വെരി സിമ്പിൾ, 5/6 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഈ ഒരു 45 ഡിഗ്രി ആണ് വരുന്നതെങ്കിൽ എങ്ങനെ വരും, അതുപോലെ തന്നെ 30 ഡിഗ്രി ആണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ഇതൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പക്കയായിട്ട് ഈ ഒരു ചാപ്റ്റർ സെറ്റായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സോ ബൈ ഗൈസ്.